ക്ലീറ്റോ കഴിഞ്ഞില്ലേ? ക്ലീറ്റോ ഇങ്ങോട്ട് വാ. ക്ലീറ്റോ എന്നാ പിന്നെ വരുന്നടി ഓരോ സാധനം വെച്ചെടുത്ത് കാണില്ലല്ലോ. പിന്നെ എങ്ങനെ ചീപ്പ് നോക്കുമ്പോ ചീപ്പ് കാണില്ല, കണ്ണാടി നോക്കിയാൽ കണ്ണാടി കാണില്ല. ഈ പെട്ടതല്ല ചെയ്യാൻ ചീപ്പൊന്നും വേണ്ട. എന്നാ അവിടെ വെക്ക്. കൈ തന്നില്ലെങ്കിൽ പറയാ എന്താ കയ്യിലോട്ട് തന്നായിരുന്നു. കൊടുക്കുമ്പോ അത് വേണ്ടെന്ന്. ഈ കൈ ഇരിക്കുന്ന ഞാൻ എന്തോ ചെയ്യും? അത് വേണ്ട. ഓ ഒന്നേ പ്രശ്നമൊന്നുമില്ല. രാവിലെ സർക്കിട്ട് സ്ഥിരം യാത്ര. രാവിലെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ള തീരുമാനത്തിലാ. ചിരിപ്പിക്കല്ലേ രാവിലെ തന്നെ. നീ പറയുന്ന കേട്ടൊന്നും ഞാൻ ഇവിടെ ആൾക്കാർക്കൊക്കെ ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്നു. മനഃപൂർവ്വമല്ല, എന്നാലും ഉപദ്രവം തന്നെയാ. ഞാനൊരു പൊതുപ്രവർത്തകനാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. എങ്ങോട്ടൊക്കെ പോണേന്ന് എന്നോട് പറഞ്ഞിട്ട് പോ. ഞാനേ ഒരു കോള് പ്രതീക്ഷിച്ച് നിൽക്കുവാണേ. ആരുടെ കോള്? നമ്മുടെ MLA. MLA-യോ? ക്ലീറ്റാനെയോ? എന്താ എന്നെ MLA വിളിച്ച് ശരിയാവത്തില്ലയോ? തള്ളല്ലേ ക്ലീറ്റ. പിന്നെ നിനക്ക് മാത്രം. നീ എപ്പോഴും നിന്റെ ആങ്ങളെ കുറിച്ച് നീ അങ്ങ് തള്ളുവല്ല. ഞാൻ എന്തായെങ്കിലും ചെയ്താ അവക്കത്. എന്റെ ആങ്ങള അല്ലെങ്കിൽ വലിയ സംഭവം തന്നെയാ. അതെ, എന്റെ കെട്ടിയോ വലിയൊരു സംഭവമാണോ ഇല്ലെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് അറിയാൻ പറ്റും. ഇത് നിനക്കൊരു പുച്ഛം. അല്ല, 10-11 വർഷമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ടേ. ഇതുവരെ നടന്നു. ഇത് ആ കേൾക്കും പോലെ അല്ല. ഞാനേ കുറച്ച് നാളായിട്ട് നമ്മുടെ പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അപ്പോൾ ഏതാണ്ട് റെഡിയായി വന്നിരിക്കുക. അതിന്റെ ചർച്ചയ്ക്ക് MLA വിളിച്ചേക്കുന്നേ. എന്ത് കാര്യം? അത് പറയാം. അത് പറയണം, പറയാതെ പോവില്ല നിങ്ങൾ. അയ്യോ, അതിപ്പോൾ എടുപിടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാർട്ടിയിലുള്ള തീരുമാനങ്ങളൊക്കെ ഭാര്യ ആയാലും അങ്ങനെ പെട്ടെന്ന് പറയാൻ പാടില്ല എന്നാ. ഒരു രക്ഷയില്ല മോനെ. എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അലുക്കുലത്താക്കിയിട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ട്. തുടങ്ങി. എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങുമ്പോൾ അത് ഓരോന്ന് അലുക്കുലത്ത് അതിന്റെ സമയത്തുണ്ടായത് നമ്മുടെ സമയം മോശം കൊണ്ടാണ്. നമ്മുടെ സമയം മോശം കൊണ്ടല്ല, നിങ്ങളുടെ ബുദ്ധി കുറവുണ്ട്. അത് പറ. നോക്കി പേടിപ്പിക്കണ്ട ക്ലീറ്റോ. എനിക്ക് ഇച്ചിരി ബുദ്ധി കുറവാ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചേ ഇല്ലേ? ക്ലീറ്റോ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്താണ് ക്ലീറ്റോന്റെ പ്ലാൻ എന്ന് എന്നെ അറിയിക്കണം. എന്റെ തങ്കം, എന്തായാലും ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യാനാ ഞാൻ പോണേ. ക്ലീറ്റോ വേണ്ട കേട്ടോ. ക്ലീറ്റോ എന്തിനീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണം നിങ്ങള്. ഷെടാ, ഞാനൊരു പൊതുപ്രവർത്തകനായ ആള്, പിന്നെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനല്ല, പിന്നെ ആർക്ക് വേണ്ടി ചെയ്യാൻ? നിങ്ങൾ ആദ്യം എനിക്കും കൊച്ചിനും വേണ്ടി ഒന്ന് സേവിക്കാവോ? അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കും. വേണ്ട, പോവണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? MLA ഇപ്പൊ മെസ്സേജ് ഇടും, അപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് പോകണം. എനിക്കറിയത് എനിക്ക് തലവേദനയായിട്ട് വരുള്ള അവസാനം ഞാൻ ഇതിന്റെ പുറകെ ഓടേണ്ടി വരും. അതാ, നീ ഒരു കാര്യം കേട്ടോ. ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ ഒരു നന്മ നിന്റെ ആങ്ങളെ കനകൻ, അവനും കൂടെ ഗുണം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ്. വിശ്വസിച്ചു. എന്റെ ആങ്ങളയ്ക്ക് നിങ്ങൾ ഗുണമുള്ള കാര്യം ചെയ്യുന്നല്ലേ? ക്ലീറ്റസ് തകർക്കണല്ലോ. പിന്നെ ക്ലീറ്റസ് ഇങ്ങനെ തകർക്കില്ലേ? നീ കളിയാക്കിയൊന്നും വേണ്ട. ഇപ്പൊ നല്ലൊരു ജനപിന്തുണയും സ്വീകാര്യതയൊക്കെ വന്നിട്ടുണ്ട് എന്താ അവൻ. നീ ഒന്നും അറിഞ്ഞില്ലേ? അവനൊരു ചികിത്സാ സഹായ നിധിയുടെ ചെയർമാനല്ലേ നമ്മുടെ നാട്ടിലാ. എങ്ങനെ? നമ്മുടെ ഇവിടെ ഡെയിലി വേജസിന് പണിക്ക് വന്നോണ്ടിരുന്ന വർഗീസ് ചേട്ടനില്ലേ, അയാളാകെ കിടപ്പിലാണല്ലോ, സുഖമില്ലാതെ. അതിന് നമ്മൾ ഫണ്ടൊക്കെ പിരിച്ചു കൊടുത്തതല്ലേ? നമ്മൾ കൊടുത്ത എന്താ, മരുന്നിന് പോലും തികഞ്ഞില്ല. കനക അയാളുടെ 2 കിഡ്നിയും പോയി കിടക്കുകയാണ്. ഇപ്പൊ ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവൻ നിലനിർത്തിയേക്കണത്. ഡോക്ടർ പറഞ്ഞ് കിഡ്നി മാറ്റി വെക്കണമെന്ന്. അപ്പൊ പുള്ളിയുടെ ഭാര്യ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ചികിത്സക്കുള്ള ചെലവ് ഒരു 10-14 ലക്ഷം രൂപ വരും. അത് എടുക്കാൻ അവരുടെ കയ്യിലില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചികിത്സാ സഹായ നിധി ഉണ്ടാക്കിയാണ്. ക്ലീറ്റസ് അതിന്റെ ചെയർമാനാണ്. നാട്ടുകാർ മുഴുവൻ അവന്റെ പുറകെയുണ്ട്. നാട്ടുകാർ അവന്റെ പുറകെയുണ്ട്, സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ ഇത് അവന് നല്ലതല്ല. എന്ത്? എടാ, ഒരാള് ക്ലീറ്റസിനെ നിനക്ക് അറിഞ്ഞൂടെ? അവന്റെ ഈ ചെറിയ തരികട പരിപാടി പോലെയാണ് ഇത് ഒരാളുടെ അസുഖത്തിന് വേണ്ടിയിട്ട് ഒരു നാട്ടിൽ നിന്ന് മുഴുവൻ പൈസ കളക്ട് ചെയ്യണ പരിപാടിയില്ലേ? അതിന് ഉത്തരവാദിത്തമല്ലേ? ഈ പൈസ മുഴുവൻ കളക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ ആൾക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? അതൊക്കെ ഇവനെ കൊണ്ട് പറ്റുമോ? എടാ, നിങ്ങളുടെ വീട്ടിൽ കിടന്നിട്ട് നിങ്ങൾ അല്ലറയില്ലറ വഴക്കുണ്ടാക്കണ പോലെ ഇതിനെ കാണല്ലേ? ഇതൊരു സാമൂഹ്യ പ്രവർത്തനമല്ലേ, ഒരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ? എടാ, അത് ചെയ്യാനുള്ള കഴിവും കൂടി വേണ്ടേ? ഇവനത് പറ്റില്ല. അതാണ്. എല്ലാത്തിലും അങ്ങനെ അവിശ്വസിക്കല്ലേ. സത്യത്തിൽ ഈ വർഗീസ് ചേട്ടൻ നമ്മുടെ സഹപ്രവർത്തകനാണ്. നമ്മളൊക്കെ മുമ്പിൽ നിന്നിട്ടാണ് ഇയാൾക്ക് ഇത് ചെയ്തു കൊടുക്കണ്ട. നമ്മളോട്ട് ചെയ്യണമില്ല. എന്തേലും ചെയ്യണവനെ പറ്റി എന്തിനാ കൊള്ളരായിക പറയണ? അവനെ ചെയ്യട്ടെ. ഈ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് പാട്ടും പാടിയിട്ട് ഈ ചികിത്സാ സഹായ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പിരിക്കുന്ന ആൾക്കാരില്ലേ? ഈ പൈസ കൃത്യമായിട്ട് ഈ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എൻ്റെ വിചാരം. ഇതൊക്കെ ഇവനെ പോലുള്ള ആളുകൾ ചേർന്നുള്ള തട്ടിപ്പ് പരിപാടികളാണ്. പിന്നെ ഫേസ്ബുക്കിൽ, വാട്സാപ്പിൽ ഇതിലൊക്കെ ഈ ചികിത്സാ സഹായം എന്ന് പറയുമ്പോൾ ആളുകൾ പൈസ കൊടുക്കും. പക്ഷെ ഇതൊന്നും കൃത്യമായിട്ട് എത്തുന്നില്ലാന്ന്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ നോക്കുമോ നമുക്ക്? എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ മുക്കാലും ആളുകൾ അങ്ങനെയാണ്.
ഇതിപ്പോ ഏതായാലും ഇവൻ ഒറ്റക്കല്ല, നമ്മുടെ നടരാജനാണ് ട്രഷറർ. ആ ഈനാബേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, ആളുകൾ സംഭാവന കൊടുക്കണ്ട. അല്ല നമ്മുടെ SBI ഇല്ലേ ബാങ്ക്, അവിടെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് രാജ്യത്തു നിന്നൊക്കെ ആളുകൾ പൈസ ഇടുന്നുണ്ട്. നമ്മളെ കൊണ്ട് ആയത് നമുക്ക് ചെയ്തു കൊടുക്കാന്ന്, അല്ലാതെ നമ്മളെന്തിനാ എതിര് പറയണ? എന്തായാലും ഇതിലെനിക്ക് അത്ര വിശ്വാസം പോരാ. അവൻ കക്കുടാന്ന്. എടാ അങ്ങനെ അവിശ്വസിക്കണ്ട. മനുഷ്യൻ നന്നാകാൻ ഒരു നിസ്സാര നേരം പോരെ. ഇപ്പൊ അവൻ ഈ പേരും പ്രശസ്തിയും ജനപിന്തുണയൊക്കെ അവന് നാളെ മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനുണ്ടല്ല. അതുപോലെടാ ഇങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ ആരെങ്കിലും കട്ടെടുക്കുമോ? അതിൽ നിന്നൊക്കെ കട്ടെടുത്ത് തിന്നണ മനുഷ്യനാണ്. കാത്തിരുന്ന് കാണാം. രാജ, ഇതിപ്പോ എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എന്റെയും അതെന്താ നിന്റെ ഭാര്യ വീട്ടിൽ നിനക്ക് വിലയും നിലയൊന്നുമില്ലേ? ഉണ്ടല്ലോ, വലിയ വിലയാ. പിന്നെ അങ്ങനെ നിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാവും? ഞാൻ ഉദ്ദേശിച്ചത് ക്ലീറ്റസ് നേതാവിന്റെ പ്രശ്നം എന്റെയും കൂടി പ്രശ്നമാണല്ലോ എന്ന്. ഓ അങ്ങനെ, നീയാണ് യഥാർത്ഥ അണി. നീ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട. എല്ലാ അണികളും നിന്നെ കണ്ടു പഠിക്കണോടെ. അതെ, എന്റെ അളിയൻ കനകനുണ്ടല്ലോ, അവന്റെ മുമ്പിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യണം. അതിന് നിന്റെ സഹായം വേണ്ടി വരും. നേതാവ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ നമ്മുടെ പിള്ളേരെ കൊണ്ട് അവന്റെ മുട്ടിയാണെങ്കിൽ തല്ലി ഓടിപ്പിക്കാം. ഒരു കനകൻ. ഇത്ര ആവേശം വേണ്ട. ഒന്നുമില്ലെങ്കിൽ എന്റെ പെങ്ങടെ ഭർത്താവാണേ, അതുകൊണ്ട് അത്രയൊന്നും വേണ്ട. നമ്മളിപ്പോ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഒരു സാധു മനുഷ്യന്. ആ സാധു മനുഷ്യൻ ആരാ? ആരാ? എടാ പൊട്ട, നിന്നെ ഞാൻ പഠിപ്പിച്ചു വരുമ്പോ ഞാനൊരു പൊട്ടനാവുമല്ലോ. നമ്മുടെ കനകന്റെ ഓഫീസിൽ ഇത് ഡെയിലി വേസിന് ജോലി ചെയ്തോണ്ടിരുന്ന വർഗീസിന് വേണ്ടിയിട്ട്. അപ്പോ നമ്മൾ മുൻകൈ എടുത്ത് ഇങ്ങനെ വർഗീസിനെ ചികിത്സിക്കാനായിട്ട് സഹായ നിധി രൂപീകരിക്കുമ്പോ അവിടെ ചെറുതാവുന്നത് ആരാ? വർഗീസ്. വർഗീസ് കനകൻ. കനകൻ. അവര് ചെയ്യാത്ത കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നേ. അപ്പൊ അവിടെ ഷൈൻ ചെയ്യുന്നത് ആരാ? കനകൻ. നിന്നെ ഞാൻ എടാ കനകനല്ലടാ ഞാനും നമ്മളെ പാർട്ടിയും നമ്മളാണല്ലോ മുൻകൈ എടുത്ത് ഇങ്ങനെ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഷൈൻ ചെയ്യും. അപ്പൊ അതിന് വേണ്ട ഒരുക്കങ്ങളും നമ്മൾ ചെയ്യണം. പിന്നെ നമ്മുടെ ആ സുധാകരൻ മാഷ് നമ്മുടെ ചെയർമാൻ ആയതുകൊണ്ട് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കുറേ സഹകരണം കിട്ടും. ആ മാഷിനെ പോലുള്ള ഒരാൾ ഫ്രണ്ടിലുണ്ടെങ്കിലേ നമുക്ക് ഫണ്ട് വരൂ. മനസ്സിലായില്ലേ? ഫണ്ട് വന്നാലല്ലേ നമുക്ക് ഫണ്ട് കൊടുക്കാം. അതുകൊട്ടെ, നമ്മുടെ ഈ ചികിത്സാ നിധിയിലേക്ക് നീ എത്ര രൂപയാണ് ഇടാൻ പോകുന്നത്? ഞാനെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഇടണം പൈസ. നമ്മളെപ്പോലുള്ള മുതിർന്ന നേതാക്കന്മാർ 10,000 രൂപ വെച്ച് ഇടണം. നീ ഇടൂലേ? നീ 20,000 രൂപ ഇടണം. 20,000 രൂപ ഇടുവോ? നീ 20,000 രൂപ ഇട്ടാൽ വേറൊരു ഗുണം ഞാൻ ഉണ്ടാക്കി തരാം. നിന്റെ ഫോട്ടോ പത്രത്തിൽ വരുത്തി തരാം. അതെ, നീ ഇടുന്ന ഒരു 10,000 രൂപ എന്റേതും കൂടെയാ. കാരണം ഞാൻ നിന്ന് കൊടുക്കേണ്ട ഇത് ചടങ്ങ് നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതായത് ഈ ചികിത്സാ നിധി കൊടുക്കുന്നുണ്ടല്ലോ ആ രോഗിക്ക്, വർഗീസിന്, അത് കൊടുക്കുന്നത് നിന്റെ കൈ കൊണ്ടായിരിക്കും. അപ്പൊ നാളത്തെ പത്രത്തിലും ഫോട്ടോ ഇതിലെല്ലാം അടിച്ചിങ്ങനെ തെളിഞ്ഞു വരും. നിന്റെ പേരും വെച്ചിട്ട് നീയാണ് കൊടുക്കുന്നതെന്നുള്ളത്. എന്താ കൊടുക്കൂ? 20,000 രൂപ ഇടൂലേ? എനിക്ക് 20,000 രൂപ. ഞാൻ 50,000 ഇടാം. 50,000 ഇടും? ഓ, നീയാണടാ യഥാർത്ഥ ആണി. നടരാജ, നീ എനിക്ക് പറക്കാതെ പോയതിന്റെ ജ്യേഷ്ഠനാണോ? നാരങ്ങവെള്ളം വേണം. നാരങ്ങവെള്ളം വേണം. ജ്യൂസ് മതി. ഞാൻ വാങ്ങിച്ചില്ല. നിനക്ക് എന്തും വാങ്ങിച്ചില്ല. നീ 50,000 രൂപ ഇടുമല്ലോ? ഇടും. ആ എന്നാ വാ. ആ വാങ്ങി പോകാം. നോക്കണേ കേട്ടോ. ആ ഒരു മിനിറ്റ്. എന്താണാവോ? ഇപ്പൊ നിനക്ക് എന്റെ ക്ലീറ്റോനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഇപ്പൊ ഇത് ചോദിക്കാൻ അങ്ങോട്ട് വന്നത്? അതെ, പറ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ കാര്യം? അല്ലെങ്കിൽ ഞാൻ അവനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിനക്കിനി ഒന്നും പറയാനുണ്ടാവൂല. ഇങ്ങോട്ട് നോക്കേ. നിന്റെ നിലയ്ക്കും വിലയ്ക്കും വേണ്ടിയിട്ടാണ് എന്റെ ക്ലീറ്റി ലോകം മുഴുവൻ നടന്ന് ഈ മാതിരി കഷ്ടപ്പെടുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. എനിക്കിപ്പോ സമൂഹത്തിലൊരു നിലയും വില ഉണ്ടല്ലോ. എനിക്കത് മതിയല്ലോ. ഏട്ടാ, നാത്തൂൻ പറഞ്ഞത് സത്യ. ഏട്ടന്റെ ഓഫീസിൽ ഒരാൾക്ക് വയ്യാതെ വന്നതിന്റെ പേരിലാണ് ക്ലീറ്റോ ചേട്ടൻ അയാൾക്ക് വേണ്ടി ഈ നാട് മുഴുവനും ഓടി നടക്കണം. ക്ലീറ്റോന് എന്താവശ്യമുണ്ട്? ശരിയല്ലേ? എന്താവശ്യമുണ്ട് നീ അത് മാത്രം പറഞ്ഞാ. അല്ല, ആ കാര്യത്തിൽ ക്ലീറ്റസിന് ഒരു പേരൊക്കെ ഉണ്ട് നാട്ടില്. ഇത് നീ ദൈവന് പറഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് എന്റെ സ്വഭാവത്തിന് മാറ്റമില്ലല്ലോ. എന്റെ സ്വഭാവത്തിന് ഇനി എന്ത് മാറ്റം? അല്ലല്ലേ നാത്തൂനെ, ഏട്ടന്റെ ഓഫീസിൽ ഒരാൾക്കല്ലേ വയ്യാതെ വന്നത്. അപ്പൊ ഇവരല്ലേ അത് ചെയ്യേണ്ടത് അല്ലേ?
കനക, ഈ കാക്കിയും കാക്കിയിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ഇതിനകത്ത് വേണം. ഞാൻ ആദ്യം നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ ജോലി ചെയ്യണു, അവൻ അവൻ്റെ ജോലി ചെയ്യണു, അത്രേ ഉള്ളൂ. അത് അവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണത്. അതെന്താ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒരാളെ സഹായിക്കാൻ പാടില്ല നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതിന് ഞങ്ങൾ സഹായിക്കുന്നുണ്ടല്ലോ അല്ലേ? സഹായിച്ചു എന്നൊരു പേരങ്ങ് വരുത്തി, അല്ലാതെ അയാൾക്ക് പ്രയോജനം കിട്ടുന്ന പോലെ നിങ്ങൾ ആരും സഹായിച്ചിട്ടില്ല. ഞാൻ 500 രൂപ കൊടുത്തു. 500 രൂപയോ? ആർക്ക്? ക്ലീറ്റോ ചേട്ടന്. എന്തിന്? അയാള് സഹായിക്കാൻ. എനിക്ക് രസീത് തന്നു. എടി 10,000 രൂപ വെച്ചിട്ട് ഞങ്ങൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ദേ, അത് നിങ്ങള് ഇത് അവള് കൊടുത്തത്. അവള് കൊടുത്തെങ്കിൽ അവൾക്ക് അതിന്റെ പ്രയോജനം കിട്ടാൻ പോവാ. അവളുടെ പേര് ചരിത്ര പുസ്തകത്തിൽ എഴുതാൻ പോവാ. അതറിഞ്ഞോ നീ? അതെങ്ങനെയാണ്? ഈ പൈസ കൊടുത്തേക്കുന്ന ആൾക്കാരില്ലേ, അവരുടെയൊക്കെ പേരും തുകയും അഡ്രസ്സും ഒക്കെ കൂടി ചേർത്ത് ഒരു ബുക്ക് ഇറക്കാൻ പോവാ ക്ലീറ്റോ. ശരി, അപ്പൊ ഒരു 500 കൊടുക്കണമല്ലോ. കൊടുത്തോ? നല്ല കാര്യം. എന്നിട്ട് ഈ 500 രൂപ കൊടുത്തിട്ട് ഈ പുസ്തകത്തിൽ വന്നിട്ട് ഈ പുസ്തകം എന്ത് ചെയ്യുന്നീ? അതങ്ങ് പുഴുങ്ങി തിന്നും. ഒരു കാര്യം ചെയ്യും, അവിടെ 2 നമ്മള് മറ്റേ പുട്ടല്ലേ ഉണ്ടാക്കിയത്, ഒരു 2 കഷ്ണം എടുത്തിട്ട് വാടാക്കിൽ തിരികെ കൊടുക്കും. രാവിലെ മുതൽ ഒരു വഴിക്ക് പോകുമ്പോ ഇനി അവന്റെ വായിരിക്കണം കേൾക്കണം. എന്റെ ദൈവമേ, എന്താണ് വൈകിയ? ഒരിച്ചിരി വൈകി എളിയാ പോണം. അതെന്തായാലും നന്നായി. ഞാൻ MLA കണ്ടിരുന്നു. അപ്പൊ MLAയുടെ അടിയന്തര ചികിത്സാ സഹായ ഫണ്ടിൽ നിന്ന് ഒരു 10,000 രൂപ നമ്മുടെ വർഗീസ് ചേട്ടന് കൊടുക്കാൻ ഇതൊന്ന് കൊടുത്തരാം. അല്ല, അത് നിന്റെ മറ്റാ പിരിക്കുന്ന അത് കൂടെ ഒന്നിച്ച് കൂട്ടി കൊടുത്താ പോരെ? അത് വേറെ, ഇത് അടിയന്തരമായിട്ടുള്ള ഒരു സഹായം. എന്റെ അളിയാ, കയ്യിന്നേ പൈസ കൊടുക്കണ്ടല്ലോ, ഇത് ആർക്കെങ്കിലും കൊടുത്ത് അങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യേ. ഒരു കാര്യം ചെയ്ത് ഫാസിൽ എടുത്ത് കൊടു. എന്നാലും അളിയും കൊടുക്കൂലെന്ന്. അപ്പോഴേ ഇത് 10 രൂപ. അത് 10 രൂപ. പിന്നെ വേറൊരു കാര്യം, MLA ഞാൻ നിൽക്കെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ വിളിച്ചിട്ട് സൗജന്യ ഡയാലിസിസിനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞേക്കണം കേട്ടോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്താ പറയാ അളിയോ, വേറൊരു കാര്യം ഞാനേ ഒന്നേ പറഞ്ഞോ കേട്ടോ പറയട്ടെ. നമ്മളെ അളിയൻ്റെ ഹവീൽദാറില്ലേ, വീരഭദ്രൻ നായർ, ഹവീൽദാറിന്റെ പേരിൽ നമുക്കൊരു ട്രസ്റ്റ് രൂപീകരിച്ചാലോ? ഹവീൽദാർ എൻ്റെ അപ്പനല്ലേ? ഇല്ലേ? ഒരു ട്രസ്റ്റ് ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ ആലോചിക്കാം. ഞങ്ങൾ പോകട്ടെ, പൈസ കൊടുക്കാൻ മറക്കല്ലേ. പോട്ടെ. ഇല്ല, കൊടുത്തേക്കാം. അല്ല ക്ലീറ്റോ, ഒരു 10-14 ലക്ഷം രൂപ വേണ്ടി വരും അല്ലേ? 14 തീരില്ല, 25 ലക്ഷം രൂപ വേണം. മാറ്റി വെക്കലല്ലേ കിഡ്നി. അത്രയും പിരിയോ? പിന്നെ അതൊക്കെ ഞങ്ങൾ പാർട്ടി പിരിച്ചു കൊടുക്കില്ലേ. അതെ, എല്ലാം മറക്കാതെ കുറിച്ച് വെച്ചോ, വൈകുന്നേരം ഒന്നിനും ബാക്കി കേട്ടോ. പോലെ അസൂയുണ്ടല്ലോ, നന്മ ചെയ്തുള്ള ശീലമില്ലല്ലോ നമ്മളെ പോലെ. അതാ ഇടയ്ക്കൊക്കെ അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ നന്മ നമ്മൾ ചെയ്യണം. ഞാനിപ്പോ ക്ലീറ്റോ ചേട്ടനെ പോലെ ആവാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഭാഗ്യം, നിനക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടായല്ലോ. പതിയെ ഞാൻ ഏട്ടനെ മാറ്റും. മാറണം, അവനൊക്കെ മാറണം. ക്ലീറ്റസിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ലടോ. അതെ, ഇത് കള്ളനോട്ടാണോ നോക്കിയത് നീ? ഇതൊക്കെ നല്ല അസല് പുതിയ നോട്ടല്ലേ? 1 2 3 4 5 6 7 10,000 ഉണ്ട്. ഇത് 10 രൂപ ഉണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പർ സാധനമാണ്. എടാ, മനുഷ്യൻ നന്നാകാനൊക്കെ നിസ്സാര നേരം മതി. ഞാൻ അന്നേ പറഞ്ഞാ, നീ അപ്പൊ എന്തായി പറഞ്ഞത്? എന്തായിക്കോട്ടെ, ഇപ്പൊ നിനക്ക് ഇവിടെ ഒരു നിലയും വിലയൊക്കെ ഉണ്ട് നമ്മുടെ ഓഫീസിൽ, അളിയൻ കാരണം. അപ്പൊ ഈ വർഗീസേട്ടനെ കാണാൻ നമ്മളെപ്പോ പോവും? നമുക്ക് ഉച്ചക്കലത്തെ ഗ്യാപ്പിൽ പോകാം. എന്നാ പരിപാടിയാ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ എന്നാ പരിപാടിയാ കാണിച്ചത്? നീ മറ്റേ വർഗീസേട്ടനെ പോകുന്നുണ്ട്. ഞാൻ എല്ലാ വിവരവും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ വരുന്നത്. എന്താ കാര്യം എന്ന് പറയണോ? എന്താ കാര്യം അറിയണോ? എന്റെ അപ്പന്റെ ചികിത്സാ സഹായത്തിന് 3,60,000 രൂപ ഇതുവരെ ബാങ്കിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടിയത് 10,000 രൂപ. ബാക്കി കാശ് എവിടെ? ഇയാളുടെ അളിയനെടുത്ത് തിന്നാണ്. നീ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ല ചൂടാ. നീ ബാങ്കിൽ പോയി അന്വേഷിച്ചാ? ഞാൻ ഓഫീസിലും പോയി ബാങ്കിൽ പോയി കൃത്യമായിട്ട് ഈ പൈസ മുഴുവനും എടുത്തിട്ടുണ്ട്. ഏത് ബാങ്കിൽ നിന്ന് ഈ പൈസ മുഴുവൻ പൈസ എടുത്തിട്ടുണ്ട്. നിനക്ക് 10,000 രൂപ 10,000 രൂപ എടുത്ത് തന്നിട്ടുള്ളൂ. ബാക്കി പൈസ എന്ത് ചെയ്തപ്പാ? ബാക്കി പൈസ ഇയാളുടെ അളിയനെടുത്ത് തിന്നാണ്. അതുകാരല്ലേ പൈസയുടെ മൊത്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നേ. എടാ, ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനും അതായിട്ട് ഒരു ബന്ധമില്ല. ദേവി ഇതിന് അപ്പന്റെ പേരും പറഞ്ഞ് പിരിവെടുത്ത് തിന്നാൻ നിൽക്കരുത്. അതെ മോനെ, നിന്നെ അതെ, ഒരു 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. കൊണ്ടൊക്കെ ഇത് അളിയനോട് വീഴ്ച തിന്നു. ഇതെന്താടാ ഇത്? ഇതെന്താ സംഭവം? ഞാൻ നിന്നോട് അന്ന് എന്താ പറഞ്ഞത്? നീ വന്നേ, വാങ്ങോട്ട്. മരിച്ചു കളയാൻ തോന്നുന്നു. ഒരു നല്ല കാര്യം വരുമ്പോ ഇങ്ങനെയാണോ നാത്തും പറയുന്നേ?
അല്ലേ ഈ അമ്മ എന്താ വിളിച്ചിട്ട് കിട്ടാത്തെ? അമ്മ എപ്പോഴാ വിളിച്ച ഫോൺ എടുക്കണേ? സത്യം പറയടി, അമ്മയുടെ തല്ലുടിച്ചിട്ടല്ലേ അമ്മ പോയത്? ഒന്ന് പോ നാത്തൂനെ അവിടുന്ന്. ഇവിടെ ആകുമ്പോ അമ്മ ഫോൺ എടുക്കാറുണ്ടോ? അമ്മ അതൊന്നും കേക്കില്ലാന്നേ, വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ട് നടക്കായിരിക്കും. ഈ അമ്മയുടെ കാര്യം പറഞ്ഞു ഒരു കാര്യം പറയാൻ വിളിച്ച അമ്മനെ കിട്ടൂല. നേരിട്ട് പറയാലോ വരുമ്പോ. നിങ്ങളൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ എന്ത് കണ്ടിട്ടാണ് ക്ലീറ്റോ ചേട്ടനെ സ്നേഹിച്ചത്? അപ്പൊ മനസ്സിലായല്ലോ. എന്താ മനസ്സിലായത്? ആ മനസ്സ് കണ്ടിട്ട്. ആ മനസ്സ് എന്നെ തോപ്പിച്ചത്. സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്നത്തെയും പോലെ തരികിടയെന്ന്. പിന്നീട് കാര്യങ്ങൾ അങ്ങ് സീരിയസ് ആവാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായത് ക്ലീറ്റോ ആകെ മാറി. ഇപ്പൊ പറയുന്നത് ഇതൊരു ട്രസ്റ്റ് ആയിട്ട് രൂപീകരിക്കാൻ പോവാന്ന്. ഒരുപാട് പാവങ്ങളെ സഹായിക്കാനാ? ആ, നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, എല്ലാവർക്കും ചികിത്സാ സഹായം കിട്ടും. എന്തോരം ഇതിനു വേണ്ടിയിട്ട് ആ മനുഷ്യൻ കഷ്ടപ്പെടണേന്നറിയാം. ആരുടെയൊക്കെ കാലാ പിടിക്കണേ? വലിയ വലിയ മന്ത്രിമാര്, MLA-മാര്, രാഷ്ട്രീയക്കാര്, പൈസക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും കൈയും കാലം പിടിച്ച ഈ പാവങ്ങളെയൊക്കെ സഹായിക്കാൻ പോണേ. നാത്തൂനെ നല്ലതല്ലേ? ഈ പുണ്യമൊക്കെ നമ്മുടെ തക്കളിക്ക് കിട്ടും. എന്നാലും എനിക്കങ്ങ് വിഷമടി. ഈ മനുഷ്യനല്ലേ ഞാൻ ഇത്രയും നാളും ക്രൂശിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ എനിക്കിപ്പോ ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. ഒളിച്ചോടിയനാണോ? എന്തെങ്കിലും പറയുമ്പോ ഉടനെ ഒളിച്ചൂടിയ കാര്യം പറയണതിനാ? അത് എത്ര വർഷം മുമ്പ് കിടന്ന കാര്യ? അല്ല, കുറ്റബോധം എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഇടി ക്ലീറ്റോന് ഞാൻ വല്ല സമാധാനവും കൊടുത്തിട്ടുണ്ടോ? കുടുംബത്തിരിക്കാൻ സമ്മതിച്ചിട്ടില്ല. എപ്പോ നോക്കിയാലും ചീത്തയും വഴക്ക് മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. നാത്തൂനെ അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഭാര്യയും ഭർത്താവും ആവുമ്പോ വഴക്കിടും, ദേഷ്യം വരുമ്പോ പലതും പറയും. ആ ദേഷ്യം പോണേന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കണം. അങ്ങനെ മറക്കുന്നിടത്താണ് ദാമ്പത്യ ജീവിതം സക്സസ് ആകുന്നത്. ഇടിക്ക് നീ ക്ലീറ്റോനെ പോലെ സംസാരിക്കാൻ പഠിച്ചോ? ഞാനേ ഇനി ക്ലീറ്റോ ചേട്ടനെ പോലെ ആവാനുള്ള ശ്രമമാണ്. ക്ലീറ്റോ ചേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനാവണം, എന്നിട്ട് പാവങ്ങളൊക്കെ സഹായിക്കണം. അതെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പേര് ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ എല്ലാരും അറിയണില്ലേ, അതുപോലെ ആ ക്ലീറ്റോ ഇത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയും. ചേച്ചി ഇപ്പൊ എവിടെ പോയതാ ക്ലീറ്റോ ചേട്ടൻ? ആർക്കറിയാം, ആരുടെയോ കൈയും കാലം പിടിക്കാൻ പോയേക്കാം. ഇപ്പൊ എപ്പോഴും എങ്ങനെയാടി? രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, ഊണും വേണ്ട ഉറക്കവും വേണ്ട, ഈ നടപ്പ് ഇതിന് വേണ്ടിയിട്ട്. നന്നായി, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടാ. അതല്ലേ പറഞ്ഞേ, ഭക്ഷണവും വേണ്ടല്ലോ ഇപ്പൊ. ആരോഗ്യം നോക്കാതെ എങ്ങനെയാന്ന് എനിക്കറിയില്ല എന്റെ ദൈവമേ. ആ കനകനോട് കണ്ടു പഠിക്കും. പാവട കൊറേ നേരം പോയിട്ട് മറ്റേ പൈസയുടെ കാര്യത്തിനേ. നീ സത്യം പറഞ്ഞോട്ടെ തങ്കം, ഞാൻ ആകെ കുരുപൊട്ടി നിൽക്കാണ്. എന്ത് കുരുവട്ടെ? ക്ലീറ്റസ് എവിടെയാണ്? ഇവനെന്താ ഹാലിളകി നിക്കാണോ? നീ ക്ലീറ്റസ് എവിടെയെന്ന് പറയണേ. പറഞ്ഞില്ലേ പൈസ ശരിയാക്കാൻ പോയേക്കാന്ന്. എന്ത് പൈസ ശരിയാക്കാന്ന്? ഏട്ടന്റെ ഓഫീസിലെ വയ്യാതെ നടക്കണ ആൾക്ക് വേണ്ടിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യന്റെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് പൈസ മുഴുവൻ സമ്പാദിച്ചിട്ട് ഈ പൈസ എടുത്ത് പുട്ടടിക്കാണ്. അനാവശ്യം പറയരുത് കനക, എന്റെ ക്ലീറ്റോന് അതിന്റെ ആവശ്യമൊന്നുമില്ല. തങ്കം ദേ വെറുതെ അറിയാതെ വർത്താനം പറയണ്ട. കൂടുതൽ വർത്താനം പറയണ്ട. എന്റെ ക്ലീറ്റോ അത് ചെയ്യില്ല. ക്ലീറ്റോന് അതിന്റെ ആവശ്യമില്ല. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? അക്കൗണ്ടിൽ 3,60,000 രൂപ വന്നിട്ടുണ്ട്. ആ 3,60,000 രൂപയും പിൻവലിച്ചും പോയിട്ടുണ്ട്. പിൻവലിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഓഫീസിലെ വർഗീസേട്ടനോട് പോയി ചോദിക്കാം, അയാളുടെ ഇരിപ്പുണ്ടാവും. അയാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല നീ പൈസ. അയാൾക്ക് കിട്ടിയത് ആകെ 10,000 രൂപയാണെന്ന്. നിന്നോട് ആര് പറഞ്ഞു? എന്നോട് വർഗീസിന്റെ മകൻ വന്ന് പറഞ്ഞു. ആര് പറഞ്ഞെന്ന്? അവൻ അവിടെ വന്ന് ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണ. വിളിക്കവനല്ലേ നാട്ടുകാരവനെ തല്ലിക്കൊല്ലോട്ടാ. അയാൾ നുണ പറഞ്ഞായിരിക്കും. അയാൾ നുണ പറഞ്ഞൊന്നല്ല, അയാൾ നുണ പറയാണ്. എന്നിട്ട് ബാക്കി ആ 10,000 രൂപ ഒന്ന് രാവിലെ തന്നില്ലേ, അത് കൊടുത്ത് അവൻ പറഞ്ഞു അത് നീ മറ്റേ നിന്റെ അളിയനെ കൂടെ പുട്ടടിച്ചു തോന്നു. ഏട്ടാ ഒന്ന് വിളിച്ചു നോക്കേട്ടാ. ഞാൻ എപ്പോ തുടങ്ങിയ വിളിയാണെന്ന്. അയ്യോ കനക, എന്തെങ്കിലും ചെയ്യണം, ഞാൻ നിന്റെ കാല് പിടിക്കാൻ. ഇനി നീ കയ്യും കാലൊന്നും പിടിക്കണ്ട. അവനെ എടുത്ത 3,60,000 രൂപ ഉണ്ടല്ലോ, അത് ബാങ്കിൽ കൊണ്ട് കെട്ടാൻ പറ. അയ്യോ ഞാൻ അവന്റെ തലയിൽ വരുന്ന എന്തെങ്കിലും ചെയ്യാനക. എനിക്കറിയണ്ട. എന്റെ കയ്യും കാലം പിടിക്കാൻ ഒന്നും പറയണ്ട. എനിക്ക് യാതൊരു ബന്ധമില്ല അവനായിട്ട്. എത്രയും പെട്ടെന്ന് അവനോട് ആ പൈസ കൊണ്ടുപോയി അടച്ചോളാൻ പറ. കളിക്കല്ലത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അതേ പറഞ്ഞല്ലോ. அண்ணாச்சி நான் கூப்பிடுவேன். சரி சரி, காலையில் பார்க்கலாம். சரி ഓക്കെ. എടാ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിക്കൊന്നും പോണ്ടേ? തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു. കൊള്ളാം. ഞാനേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നേ. നീ ഒരു ചായ എടുത്തടി. നീ നിക്ക്, ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ചികിത്സാ സഹായ ഫണ്ടിൽ ഇപ്പൊ എത്ര രൂപ വന്നു? അത് ട്രഷറിൻ്റെ അടുത്ത് ചോദിച്ചാലേ അറിയാമോ. നമ്മുടെ നടരാജനാണ് അതിൻ്റെ ട്രഷറർ.
എനിക്കതിൻ്റെ വ്യക്തമായിട്ടൊരു ധാരണയില്ല. എന്നാലും ഒരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ടുണ്ട്. 3,60,000 രൂപ വന്നിട്ടുണ്ട്. 3,60,000 വന്നോ? ആ, എന്നാരും പറഞ്ഞു? 3,60,000 രൂപ വന്നിട്ടുണ്ട്. അതിൽ 10,000 രൂപ മാത്രമേ വർഗീസേട്ടന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൈസ എവിടെ? വർഗീസേട്ടന് 10,000 രൂപ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള പൈസ എവിടെ? ബാങ്കിൽ കാണും. ബാങ്കിലില്ലല്ലോ. അങ്ങനെ ഉണ്ടാവില്ല. ബാക്കി പൈസ ബാങ്കിലില്ലാന്ന്. അതിനെവിടെ പോകാൻ? എന്താ നിലയെ പറയുന്നത്? ചുമ്മാ എന്തേലും. 3,60,000 രൂപ ബാങ്കിൽ വന്നത് 3,60,000 രൂപ അതൊന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആകെ 10,000 രൂപ. ആരെന്നാ ഞാൻ ചോദിക്കുന്നത്? നീ എടുത്ത് ഉരുളാതെ കാര്യം പറയടാ ക്ലീറ്റസേ. ആ പൈസ എന്താ കാണിച്ചത് നീ? നിനക്ക് അറിഞ്ഞൂടെ? നീ കളിക്കാൻ നിൽക്കരുത് കേട്ടാ. നീ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ. നീ ആ പൈസ കൊണ്ടുപോയി അടച്ച ബാങ്കിൽ നിന്ന്. അതാണ്ട് ക്ലീറ്റോ അത്രയും തരം താഴ്ന്നവരൊന്നും അല്ല. കണ്ടവന്റെ ചികിത്സക്കുള്ള പൈസ എടുത്തിട്ട് അങ്ങനെ അങ്ങ് പുട്ടടിക്കാൻ. നീ ആ പൈസ എടുത്തിട്ടില്ലേ? ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല. ക്ലീറ്റസ് സത്യം പറഞ്ഞോ. ക്ലീറ്റസ് സത്യം പറഞ്ഞോ നിങ്ങളുടെ എന്താണ് സംഗതി? നീ ചുമ്മാ നീ എടുത്തെങ്കിൽ സത്യം പറ. എന്റെ ആളി അവിടുന്ന് പൈസ പിൻവലിച്ച് നിങ്ങളുടെ താരാ പറഞ്ഞു തന്നെ. എടാ വർഗീസേട്ടന്റെ മകൻ ഓഫീസിൽ വന്നെന്ന് അവനൊന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കി. അവന് 10,000 രൂപ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞിട്ട്. അത് ഈ പൈസ നീ അറിയാതെ പുറത്തു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് പിന്നെ പൈസ പിൻവലിച്ചില്ലെന്ന് ചോദിച്ചാ പിൻവലിച്ചു. എന്നാ പൈസ കൊണ്ട് കൊടുക്കടാ. അത് കൊണ്ടുകൊടുക്കാൻ പൈസ ഇപ്പൊ എന്റെ കയ്യിലില്ലല്ലോ. അപ്പൊ നീ എടുത്ത് ചെലവാക്കിയാ? എന്റെ അളിയെ ഞാൻ ചെലവാക്കിയൊന്നുമില്ല. പിന്നെ നീ എന്ത് ചെയ്തെന്ന് പറയാനോ? അതെ, നമ്മുടെ വർഗീസേട്ടന്റെ ഓപ്പറേഷൻ ഇനിയും 2 മാസം സമയമുണ്ടല്ലോ. അപ്പൊ ഈ 3,60,000 രൂപ അതുവരെ ബാങ്കിൽ വെറുതെ ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ ഷൺമുഖ അണ്ണാച്ചില്ലേ, അണ്ണാച്ചിയുടെ കയ്യിൽ ഒരു 2 മാസത്തെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന് കൊടുത്ത് 3,60,000 രൂപ 2 മാസം കഴിയുമ്പോൾ ഷൺമുഖ അണ്ണാച്ചി 4 ലക്ഷം രൂപയായിട്ട് എനിക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞു. എന്റെ അളിയ, ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചാണ് നീയൊക്കെ ഈ അഴിമതി കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. എന്റെ അളിയ, ഇതിന് അഴിമതി എന്ന് പറഞ്ഞ നാറ്റിക്കരുത്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞ ചെറിയൊരു തിരിമറി, അത്രേ ഉള്ളൂ.